Hi, I am Bhagyalakshmi, Director ECA Plus Commerce Academy, Pattambi. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടറീസ് ആക്ട് 1948 ആണ്. അതിന് മുമ്പായിട്ട് ചില ഇൻഡസ്ട്രിയൽ ലോസിനെ കുറിച്ചിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. CMA ഇൻ്റർ ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ സെക്ഷൻ ബിയിലാണ് ഇൻഡസ്ട്രിയൽ ലോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു സെക്ഷനിൽ 25% മാർക്സാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ അതിൽ പറയുന്ന ഓരോ ആക്റ്റും നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഓരോ ആക്ട് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നും മനസ്സിലാക്കി നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഈ ഒരു ഇൻഡസ്ട്രിയൽ ലോസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫാക്ടറീസ് ആക്ട് 1948, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസ്ലാനിയസ് പ്രൊവിഷൻസ് ആക്ട് 1952, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, Payment of Bonus Act 1965, Minimum Wages Act 1948, Payment of Wages Act 1936. So ഈ ആക്ട്സ് ഫുള്ളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 മാർക്സോളം ഈ ഒരു സെക്ഷനിന് സ്കോർ ചെയ്യാൻ പറ്റും. സോ ബെസ്റ്റ് ഓഫ് ലക്ക് സ്റ്റുഡൻസ്. Let's start Factories Act 1948. There are several legislations which regulate the conditions of employment, work environment and other welfare requirements of certain specific industries. The Factories Act 1948 enacted to regulate the working conditions of factories. Factories Act is a social legislation and it provides for the health, safety, welfare and other aspects of the workers in the factories. In short, the Act is meant to provide protection to the workers from being exploited by the greedy business establishment, and it also provides for the improvement of working conditions within the factory premises. അതായത് 1948 ഫാക്ടറീസ് ആക്ടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷൻ, അവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരുടെ ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ എന്നീ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും അതിലൂടെ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് ഇംപ്രൂവ് ചെയ്യുകയുമാണ് ഈ ഒരു ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദ ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ of India including Jammu and Kashmir and covers all manufacturing process and establishment falling within the definition of factory as defined under section 2 subsection M of the Act. The Factories Act 1948 extend to the whole of India and came into effect from 1st April 1949. ഈ ഒരു ആക്ട് നമ്മൾ അറിയപ്പെടുന്ന തന്നെ ഫാക്ടറീസ് ആക്ട് 1948 എന്നാണെങ്കിലും അത് നിലവിൽ വന്ന് കെയിം ഇൻ ടു ഇഫക്റ്റ് ഫ്രം 1st April 1949. അതുപോലെ തന്നെ ഇത് ഇന്ത്യ മൊത്തത്തിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്, ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കശ്മീർ. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സം ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. നമ്മൾ ഓരോ ആക്റ്റും എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം സെക്ഷൻ 2-ലായിരിക്കും ഓരോ ടേമിൻ്റെയും ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഫാക്ടറീസ് ആക്ടിലും സെക്ഷൻ 2-ലാണ് ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ ഡെഫിനിഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ CA കോമ്പിറ്റൻറ്റ് പേഴ്സൺ, സെക്ഷൻ 2 സബ്സെഷൻ CB അസാഡസ് പ്രോസസ്, സെക്ഷൻ 2 സബ്സെഷൻ K മാനുഫാക്ചറിങ് പ്രോസസ്, സെക്ഷൻ 2 സബ്സെഷൻ L വർക്കർ, സെക്ഷൻ 2 സബ്സെഷൻ M ഫാക്ടറി, സെക്ഷൻ 2 സബ്സെഷൻ N ഒക്യുപ്പയർ. നമ്മൾ ഫാക്ടറീസ് ആക്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഫാക്ടറി എന്താണ് അതിൻ്റെ ഒരു മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതായിരിക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ M, എ premises whereon 10 or more persons are engaged if power is used or 20 or more persons are engaged if power is not used in a manufacturing process. എവിടെ ഏതൊരു പ്രമിസസിലാണോ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നത് അത് പവറിൻ്റെ എയ്ഡോട് കൂടി സഹായത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ 10 അതിലധികമോ വർക്കേഴ്സോ, പവറിൻ്റെ സഹായമില്ലാതെയാണെങ്കിൽ 20 അതിലധികമോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഏതൊരു പ്രമിസസും ഫാക്ടറിയായി കണക്കാക്കും. സോ ഫാക്ടറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ദെൻ ഒക്യുപ്പയർ സെക്ഷൻ 2 സബ്സെക്ഷൻ എന്നിലാണ് ഒക്യുപ്പയർ പറഞ്ഞത്. ഒക്യുപ്പയർ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ എൻ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ദി അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി ഫാക്ടറി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒക്യുപ്പയർക്കാണ് ഒരു ഫാക്ടറിയുടെ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ളത്. അദ്ദേഹത്തിനാണ് ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫാക്ടറിയുടെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ ബാക്കി വരുന്ന ടേമിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെൽഫെയർ മെഷേഴ്സ്. ഫാക്ടറീസ് ആക്ടിൽ വർക്കേഴ്സിൻ്റെ വെൽഫെയറിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ദ ഫാക്ടറീസ് ആക്ട് takes care of the workers in the following aspects: health of the workers in the working environment, safety of the workers including in the hazardous process, welfare of the workers, working hours of adult, employment of young persons and annual leave with wages. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഹെൽത്താണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫാക്ടറി അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് അവർ ടോപ്പിക്. ചാപ്റ്റർ 3 ഓഫ് ദി ആക്ട് ഡീൽസ് വിത്ത് മെഷേഴ്സ് to be taken considering the health aspect of the workers. The following are to be taken care of by the occupier of the factory, that is cleanliness, disposal of waste and effluents, ventilation and temperature, dust and fume, artificial humidification, overcrowding, lighting, drinking water, latrines and urinals, spittoons. അപ്പോൾ ഈ പറയുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഫാക്ടറിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സേഫ്റ്റി. Chapter 4 of the Act prescribes the procedures to be adopted on the safety of the working place in a factory. The factory is to take safety measures in respect of the following: that is, fencing of machinery, work on or near machinery in motion, employment of young persons on dangerous machines, striking gear and devices for cutting of power, self-acting machines, casing of a new machinery, prohibition of employment of women and children near cotton openers, lifting machines, chains, ropes and lifting tackles, revolving machinery, floor stairs and means of access, pits, sumps, opening in floors, etc., excessive weights, protection of eyes, precaution against dangerous fumes, gases, etc., precautions regarding the use of portable electric light, explosive or inflammable dust, gas, etc., precaution in case of fire, safety on building and machinery, maintenance of building, appointment of safety officers. ഫാക്ടറിയിലെ വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് വെൽഫെയർ. ചാപ്റ്റർ 5 provides the welfare measures to be taken in a factory for the workmen employed in the factory. The following are the welfare measures prescribed in the act to be provided by the factory to their workmen, that is, washing facilities, facilities for storing and drying clothing, facilities for sitting, first aid appliances, canteens, shelters, restrooms and lunchrooms, crushers, appointment of welfare officers. So സ്റ്റുഡൻസ്, നിങ്ങൾ ഈ പറയുന്ന 3 ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടതാണ്. അതായത് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ. ഓക്കെ, ദെൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആക്ട് 1948. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ആരാണ് ഈ ഫാക്ടറീസ് ആക്ട് 1948 എൻഫോഴ്സ് ചെയ്യേണ്ടത്? സോ state government is responsible for enforcement of the act.
അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഈ ഫാക്ടറീസ് ആക്ട് 1948 എൻഫോഴ്സ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാരീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ആക്ട് ത്രൂ ഇൻസ്പെക്ടിംഗ് സ്റ്റാഫ്, സർട്ടിഫൈങ് സർജൻസ്, വെൽഫെയർ ഓഫീസേഴ്സ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പോൾ അതിനായിട്ട് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇൻസ്പെക്ടിംഗ് സ്റ്റാഫിനെയും സർട്ടിഫൈഡ് സർജൻസ്, വെൽഫെയർ ഓഫീസ്, സേഫ്റ്റി ഓഫീസേഴ്സ് ഇവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് ഇവരിലൂടെ ആയിരിക്കും ഈ ആക്ടിലെ പ്രൊവിഷൻസ് എല്ലാം എൻഫോഴ്സ് ചെയ്യുക. ഓക്കെ. Then the next important topic is role and duties of occupier. This very important topic. Occupier as per section 2 subsection N means a person who has the ultimate control over the affairs of the factory. Occupier of the factory need to give a notice to the chief inspector, that is 30 days before date of resumption of seasonal factories and 15 days before date of use of premises by occupier. Then the duties of occupier. Following are the duties of an occupier. That is, he should ensure safety, health and welfare of all workers who are working in his factory. He should maintain plant and machinery of the factory so that they are safe and without risk. Handling, storage, transport of all materials should be safe and without risk. He should provide, maintain and monitor the working environment in the factory without risk and hazard to workers and adequate in facilities. The occupier should prepare, revise appropriately and display his general policy regarding the safety, security and health of the workers working in his factory. Okay. Then our next topic is working hours of adult. Adult worker to work for 48 hours a week cannot be made to work for more than 9 hours a day. In case of work exceeding 9 hours, overtime at twice in the normal rate needs to be given at least half an hour break after continuous 5 hours work. There shall be one holiday every week. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഡൾട്ട് ആയിട്ടുള്ളവരെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു ദിവസം 9 മണിക്കൂർ വരെയാണ് മാക്സിമം വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ, 9 മണിക്കൂറിൽ കുറവ്. ഇനി അതിലധികം വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുകയും നോർമൽ റേറ്റിൻ്റെ ഇരട്ടി ട്വൈസ് നമ്മൾ അവർക്ക് വേജസ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു വർക്കറിനെയും നമ്മൾ കണ്ടിന്യൂസ് 2 ഷിഫ്റ്റിലും കൂടുതൽ വർക്ക് ചെയ്യിക്കാൻ പാടില്ല. ഇവ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ. വർക്ക് ബിറ്റ്വീൻ 6 AM to 7 PM only. Strictly restriction for women for employment between 10 PM to 5 AM. Employment of women in night shift is permitted only in the case of fish curing and fish canning. അതായത് വുമണിനെയും കുട്ടികളെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവരെ ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റ് ഒരു എക്സെപ്ഷണൽ കേസിലൊഴികെ എവിടെയും നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് അവരെ വർക്ക് ചെയ്യിക്കാൻ പാടില്ല. കഴിയുന്നതും 6 മണി മുതൽ 7 മണി വരെ, അതായത് 6 AM to 7 PM ആ ഒരു ഇതിലാണ് അവരെ വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ our last topic is penalties. നമ്മളിപ്പോൾ കുറേ പ്രൊവിഷൻസ് ഫാക്ടറീസ് ആക്ടിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വയലേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പണിഷബിളാണ്. സോ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അങ്ങനെ പെനാൽറ്റീസ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ജനറൽ പെനാൽറ്റീസ് ഫോർ ഒഫൻസ്, penalties for the contravention of provisions relating to hazardous process, penalty for obstructing inspector, penalty for wrongfully disclosing result of analysis, penalty relating to casing of new machinery, penalties for offence by workers and parents, penalty for offence by a medical practitioner, penalty for employing child labour.
അപ്പോൾ ഈ പറയുന്ന ഓരോ ഇതിലും ഫാക്ടറീസ് ആക്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് പെനാൽറ്റിക്ക് വിധേയമായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു ചെറിയൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഫാക്ടറീസ് ആക്ടിനെ കുറിച്ച് ഓവറോൾ ഐഡിയ ആണ്. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ.